മേക്കിങ് പുറത്തുനിന്നുള്ള അണ്ണന്മാരൊക്കെ വന്ന് കലക്കി ഒരു രക്ഷയില്ലാത്ത മേക്കിങ്ങാണ്. ലൂസിഫറും ലാസ്റ്റ് ക്ലൈമാക്സിൽ ലൂസിഫറിന്റെയും സായിദ് മസൂദിന്റെ ഒരു കൊണ്ട് കളയാട്ടമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത, എന്റെ പൊന്നു ഒരു രക്ഷയില്ല, പറയാൻ പറ്റത്തില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റ്. ആ എക്സൈറ്റ്മെന്റിൽ പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്ക് ഫസ്റ്റ് കയറുമ്പോൾ നമുക്ക് തമിഴ് സിനിമയാണോ കാണുന്നതെന്നൊരു ഫീൽ തോന്നും. സെക്കൻഡ് മലയാളം തോന്നും. പിന്നീട് ഇംഗ്ലീഷ് പടമാണോ തോന്നും. എല്ലാ ഭാഷയിൽ നിന്നും ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. മ്യൂസിക് എല്ലാം എഡിറ്റിങ് ഒരു രക്ഷയില്ലാത്ത എല്ലാം. സ്റ്റണ്ടിങ് ഫൈറ്റിങ് പറയാൻ പറ്റുന്നത് കേട്ടോ. രാജുവേട്ടൻ സംവിധാനം ചെയ്ത എമ്പുരാൻ പടം സൂപ്പർ ഹിറ്റിലേക്കാണ്. 1000 കോടിയല്ല അതിനാട്ടി മുകളിലേക്ക് കടക്കുന്ന യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ മഞ്ജു ചേച്ചിന്റെ അഭിനയം, ഇന്ദ്രജിത്തിന്റെ അഭിനയം, ബൈജു സാറിന്റെ അഭിനയം, ടോവിനന്റെ അഭിനയം എല്ലാം സൂപ്പർ. ഒന്നിനൊന്ന് മെച്ചാണ്. ലാലേട്ടൻ വരുന്നതും അതുപോലെ തന്നെ ലൊക്കേഷൻ എല്ലാം സൂപ്പറാണ്. അതുപോലെ തന്നെ നമ്മൾ രാജുവേട്ടൻ വരുന്ന സീനെല്ലാം ഒരു വെറൈറ്റി സീനാണ്. പിന്നെ അടീൻ്റെ സീന് പുതിയ ട്രെൻഡുള്ള ഐറ്റംസ് ആണ് നമ്മളെ ഈ എമ്പുരാൻ സിനിമയിലുള്ളത്. പിന്നെ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഓരോരു രീതിയാണ് ഈ എമ്പുരാൻ സിനിമയിൽ നമുക്ക് പകർത്തി കാണുന്നത്. ഒന്നും പറയാനില്ല. ഒന്നിനൊന്നും മിച്ചാണ്. ലാലേട്ടൻ്റെ വരവും ലാലേട്ടൻ്റെ സംസാരം എല്ലാം നല്ല സൂപ്പറാണ്. ഒന്നും പറയാനില്ല. പടം കൊള്ളാം. ലാലേട്ടൻ പൊളിച്ച്, പൃഥ്വിരാജിന്റെ സംവിധാനം നല്ലതായിട്ട്, മൊത്തത്തിൽ പടം നല്ല ഹൈപ്പുള്ള ഒരു പടമാണ്. ലൂസിഫറിനെക്കാളും നല്ല, അതിലും മേളിലാണുള്ള ക്യാരക്ടർ നിർത്തി വെച്ചിരിക്കണം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ലതാണ്. പിന്നെ വിഷ്വൽസ് നല്ലതാണ്. പല രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പടം അടിപൊളിയാണ്. മഞ്ജു വാര്യർ ഡയറക്ഷൻ നല്ല. മഞ്ജു വാര്യർ നല്ല റോളാണ്. ടോവിനോ, സുരാജ്, എല്ലാവരും മൊത്തം നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.